ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കാർഷിക സർവകലാശാലയിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള ഫീസ് കുറയ്ക്കാൻ തീരുമാനം. ബിരുദ കോഴ്സുകൾക്ക് 50% ഫീസ് കുറയ്ക്കും. മുൻ MP TN പ്രതാപൻ കോർപ്പറേഷന് ഒന്നും തന്നിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ച് മേയർ MK വർഗീസ്. LDF-നായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകില്ലെന്ന മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും മേയർ. മേയറുടെ പ്രസ്താവന BJP-യെ സഹായിക്കാനെന്ന് TN പ്രതാപൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപ്പിള്ളയ്ക്ക്. മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അംഗീകാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന കൊടുങ്ങല്ലൂർ ചാവക്കാട് ദേശീയപാത മരണപാതയാകുന്നു. ദേശീയപാത നിർമ്മാണ സാമഗ്രികളുമായി തലങ്ങും വിലങ്ങും ഓടുന്ന ടോറസ് ലോറികളാണ് അപകടത്തിനിടയാക്കുന്നത്. കുതിരാനിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. കാട്ടാനയെ മയക്കുവെടിവെച്ച് തുരത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. അരിമ്പൂരിൽ സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിന്റെ മാനേജറുടെ കാർ തീവെച്ച് നശിപ്പിച്ചു. പുല്ലഴി സ്വദേശി ഹരികൃഷ്ണന്റെ കാറാണ് കത്തിച്ചത്. പാവർട്ടിയിൽ വീട്ടിൽ കയറി സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചതായി പരാതി. മൈക്രോ ഫിനാൻസ് കമ്പനിയുടെ ഏജന്റുമാരാണ് ആക്രമണം നടത്തിയത്. വാർത്തകൾ വിശദമായി. കാർഷിക സർവകലാശാലയിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള ഫീസ് കുറയ്ക്കാൻ തീരുമാനം. ബിരുദ കോഴ്സുകൾക്ക് 50%, PGക്ക് 40% ഫീസ് കുറയ്ക്കും. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് കാർഷിക സർവകലാശാല അധികൃതരുമായി നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കാർഷിക സർവകലാശാലയിൽ ഫീസ് കൂട്ടിയത് വിവിധ സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. മുൻ MP TN പ്രതാപൻ കോർപ്പറേഷന് ഒന്നും തന്നിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ച് മേയർ MK വർഗീസ്. LDF-നായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകില്ലെന്ന മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും മേയർ. താൻ മേയറായ ശേഷവും 4 വർഷക്കാലത്തോളം TN പ്രതാപൻ തൃശൂരിന്റെ MP ആയിരുന്നു. അപ്പോഴൊന്നും 1 രൂപ പോലും കോർപ്പറേഷനായി തന്നിട്ടില്ല. ഒരു ചർച്ച പോലും താനുമായി നടത്തിയിട്ടുമില്ല. മുൻപൊരു പരിപാടിയിൽ വെച്ച് കേന്ദ്ര ഫണ്ട് നേടിത്തരാൻ സമ്മർദ്ദം ചെലുത്താം, ഒപ്പമുണ്ടാകുമെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നതെന്നും മേയർ പറഞ്ഞു. ഞാൻ നോണ പറയേണ്ട ആവശ്യം എന്താ? ഞാൻ തന്നെയല്ലേ ഇവിടുത്തെ മേയർ എന്നിപ്പോൾ എനിക്ക് സംശയം. ഞാൻ മേയറായിരുന്ന സമയത്ത് അദ്ദേഹം ഇവിടുത്തെ MP ആയിരുന്നു. ഇദ്ദേഹം ഞാനും തമ്മിൽ ഇന്നേ വരെ ഒരു ഡിസ്കഷനേ ഉണ്ടായിട്ടില്ല. ആകെ അദ്ദേഹം വന്നിട്ടുണ്ട്. ഞാനൊരു പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു, അമൃത് പദ്ധതിയിൽ 500 കോടി രൂപ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യും, ഞാൻ അതിനു വേണ്ടി ഒപ്പം നിൽക്കും എന്നൊക്കെ പറഞ്ഞു പോയതാണ്. പിന്നെ കണ്ടിട്ടില്ല. നേരെ മറിച്ച് അതിൽ മാന്യത കാണിച്ച ആളാണ് ആര്? നമ്മുടെ സുരേഷ് ഗോപി. എന്നായിട്ട് ഡിസ്കഷൻ വെച്ചു, നമുക്ക് ഇന്ന സംരംഭം പണിയണം, അതിനുവേണ്ടി 1 കോടി രൂപ ഞാൻ തരുന്നു. അത് അദ്ദേഹം കറക്റ്റായിട്ട് കളക്ടർ ത്രൂ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് കാശ് വന്നു. അത് അതിന് തന്നെ ഞാൻ ഉപയോഗിച്ചു. മേയറുടെ സംഘപരിവാർ പ്രേമമാണ് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതെന്ന പ്രതാപന്റെ ആരോപണത്തെ തള്ളിയ MK വർഗീസ് സംഘപരിവാർ എന്താണെന്ന് പോലും തനിക്കറിയില്ലെന്നായിരുന്നു മറുപടി. ഈ സംഘപരിവാർ ഞാൻ തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പറയണത്. അതും തൊട്ട് സാധനം, ഈ സാധനം തൊട്ടാന്ന് എനിക്കറിയില്ലേ. സംഘപരിവാരം തൊട്ട സാധനം എനിക്ക് അറിയണ്ടേ? എനിക്കതുപോലും അറിയില്ല. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ LDF-നായി പ്രചരണ രംഗത്തുണ്ടാകില്ലെന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം ആവർത്തിച്ചു. TCV തൃശൂർ. MP ആയിരുന്ന കാലത്ത് കോർപ്പറേഷന്റെ വികസനത്തിന് സഹായിച്ചില്ലെന്ന മേയർ MK വർഗീസിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി TN പ്രതാപൻ. 2019 മുതൽ 2025 വരെ 3.5 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ തന്റെ MP ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ചതെന്ന് പ്രതാപൻ ഫേസ്ബുക്കിൽ കുറിച്ചു. LDF മേയറുടെ സംഘപരിവാർ പ്രശംസ BJP-യുമായി ഉണ്ടാക്കിയ ഡീലിന്റെ പ്രതിഫലനമാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന ഒരാളെ മേയർ സ്ഥാനത്ത് വെച്ച് വാഴിക്കുന്ന CPM വിശദീകരണം നൽകണമെന്നും TN പ്രതാപൻ ആവശ്യപ്പെട്ടു. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപ്പിള്ളയ്ക്ക്. മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അംഗീകാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം.
ആധുനിക മലയാള കവിതയുടെ മുഖമാണ് ശങ്കരപ്പിള്ളയെന്ന് പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കെ ജി ശങ്കരപ്പിള്ളയുടെ കവിതകൾ എന്ന സമാഹാരത്തിന് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ശങ്കരപ്പിള്ളയുടെ ബംഗാൾ എന്ന കവിതാ സമാഹാരം ആധുനിക മലയാള കവിതയിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള കവിതയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ദേശീയപാത 66 മരണപ്പാതയാകുന്നു. അടുത്ത ദിവസങ്ങളിൽ 5 ജീവനുകളാണ് ദേശീയപാതയിൽ പൊലിഞ്ഞത്. സമീപകാലത്ത് അപകടങ്ങളിൽ കൂടുതലും വില്ലനാകുന്നത് ദേശീയപാത നിർമ്മാണ സാമഗ്രികളുമായി തലങ്ങും വിലങ്ങും ഓടുന്ന ടോറസ് ലോറികളാണ്. റോഡിലെ കുഴികളും യാത്രക്കാരുടെ ജീവന് ഭീഷണിയാണ്. അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. സർവീസ് റോഡുകൾ സുഗമമായ ഗതാഗതത്തിന് കഴിയുന്ന വിധത്തിൽ പണി പൂർത്തീകരിച്ചു നൽകേണ്ടത് ദേശീയപാത അതോറിറ്റിയുടെ ചുമതലയാണ്. ഇത് പാലിക്കാതെയാണ് നിർമ്മാണം നടക്കുന്നത്. നമ്മുടെ ഹൈവേ വികസനം എല്ലാവർക്കും നാടിനും നമുക്കൊക്കെ നല്ല തന്നെ. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നമ്മുടെ ഈ ചന്ദ്രാപിന്നി കയ്പമംഗലം ഈ ഇടമട്ടത്തിൻ്റെ ഇടയിൽ 5 പേര് നമ്മൾ നഷ്ടപ്പെട്ടു. മഴ എന്ന ചെളിയുടെ കുളം, ഓക്കെ, ഒരു ദിവസം വെയിൽ വന്നാൽ പൊടി. ഒരു നിലയ്ക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു വ്യാപാരി കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ഒരു നിലക്കും അവിടെ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. വീതി ഇപ്പോൾ അവർ സർവീസ് റോഡുകളൊക്കെ ഉണ്ടാക്കുന്ന വീതി കുറവുണ്ട്. അതിനനുസരിച്ചുള്ള ടോറസും വലിയ വലിയ വണ്ടികളാണ് കൂടുതൽ അപകടങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം സുഗമമായി ഒഴുകിപ്പോയിരുന്ന തോടുകൾ നികത്തി അശാസ്ത്രീയമായി കാനകൾ നിർമ്മിച്ചപ്പോൾ ബൈപ്പാസ് റോഡുകളിൽ വെള്ളം കയറി ഗതാഗതയോഗ്യമല്ലാതായി. സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമായി. നാട്ടുകാർ സമരരംഗത്തുമിറങ്ങി. പക്ഷെ ഇപ്പോഴും സ്ഥിതിക്ക് മാറ്റമില്ല. മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ കുഴികളിൽ വീണ് ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. താൽക്കാലിക പരിഹാരമെന്ന രീതിയിൽ കുഴികൾ നികത്തി തടിതപ്പുകയാണ് ദേശീയപാത അധികൃതർ. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ പലയിടങ്ങളിലും സമാനമായ അവസ്ഥയാണ്. നിലവിൽ ചന്ദ്രാപിന്നി മുതൽ കയ്പമംഗലം പനമ്പിക്കുന്നുവരെയുള്ള ഭാഗത്ത് ബൈപ്പാസിന്റെ ഒരു വശത്തു മാത്രമാണ് ഗതാഗതം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും ഇതിടയാകുന്നു. കുഴികൾ നികത്താതിരിക്കുകയും അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ തുടരുകയും ചെയ്താൽ ഇനിയും ഈ പാത നിരവധി അപകട മരണങ്ങൾക്ക് സാക്ഷിയാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, കയ്പമംഗലം. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നാ ഫുള്ളി നാച്ചുറൽ ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. ദേശീയപാത കുതിരാനിൽ കാട്ടാന ശല്യം തുടരുന്നു. കാട്ടാനയെ മയക്കുവെടിവെച്ച് തുരത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വനംവകുപ്പിന്റെ ജീപ്പ് ആക്രമിച്ച് ഒറ്റയാൻ പ്രദേശവാസികൾക്ക് ദുരിതമാവുകയാണ്. ഒരാഴ്ചയായി കുതിരാൻ ഇരുമ്പുപാലം പ്രദേശത്ത് തമ്പടിക്കുന്ന കാട്ടാനയാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. ചൊവ്വാഴ്ച രാത്രി കാട്ടാനയുടെ ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർ ബിജുവിന് പരിക്കേറ്റിരുന്നു. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് ബിജുവിന് ജീവൻ തിരിച്ചു കിട്ടിയത്. വെള്ളിയാഴ്ച രാത്രി പട്രോളിംഗ് നടത്തുകയായിരുന്ന ഫോറസ്റ്റ് ജീവനക്കാരുടെ ജീപ്പ് തകർത്തതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ജീപ്പിലുണ്ടായിരുന്ന 2 ജീവനക്കാർ ഇറങ്ങി ഓടിയതുകൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. കാട്ടാന പ്രദേശം വിട്ടു പോയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാനയെ മയക്കുവെടിവെച്ച് തുരത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വനമേഖലയിൽ സ്ഥാപിച്ച ഫെൻസിംഗ് തകർന്നതാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് കടക്കാൻ കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നലെ 2 പ്രാവശ്യം റോഡിൽ കൂടെ നടന്നു വരികയായിരുന്നു ആന. ഞങ്ങൾ നേരിട്ട് കാണുകയാണ്.
വീടിൻ്റെ അതിലെയാണ് ഇറങ്ങുന്നത്. എന്തായാലും ഞങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ഇത് കണ്ടിരിക്കണം. രാത്രിയിൽ ജോലി കഴിഞ്ഞ് ഒരുപാട് പേര് വരുന്നു. ഇന്നലെ അതുപോലെ വന്ന് അവരുടെയൊക്കെ അവസ്ഥ എന്താവുമെന്ന് ഞങ്ങൾക്ക് ഒരു നിശ്ചയമില്ല. എൻ്റെ വീടിൻ്റെ തൊട്ട് പുറകെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പേടിച്ചിട്ട് ഇന്നലെ സാറുമാരുടെ വണ്ടിയൊക്കെ കുത്തിപ്പൊളിച്ച് എങ്ങനെയാ ജീവിക്കുക ഇവിടെ? ഇവനെ മയക്കുവെടി വെച്ച് മറ്റേ വലിയ കൊങ്കിയാനെ കൊണ്ടുപോകുമല്ലോ, അതുപോലെ കൊണ്ടുപോകട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കണ്ടേ? കാട്ടാനശല്യം തടയാൻ ശക്തമായ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആന പ്രദേശം വിട്ടിട്ടില്ലെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. അരിമ്പൂരിൽ സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിലെ മാനേജറുടെ കാർ അജ്ഞാതർ കത്തിച്ചു. പുല്ലഴി സ്വദേശി ഹരികൃഷ്ണന്റെ കാറാണ് കത്തിച്ചത്. ഹരികൃഷ്ണൻ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. സംസ്ഥാന പാതയോട് ചേർന്നുള്ള ഹരികൃഷ്ണൻ താമസിക്കുന്ന ഫ്ളാറ്റിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന കാറാണ് അഗ്നിക്കിരയായത്. ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വ്യക്തിവൈരാഗ്യം മൂലം തീവച്ചതാണെന്ന് സംശയിക്കുന്നതായി ഹരികൃഷ്ണൻ പറഞ്ഞു. മൈക്രോ ഫിനാൻസ് കമ്പനിയുടെ ഏജന്റുമാർ പാവർട്ടിയിൽ വീട്ടിൽ കയറി സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചതായി പരാതി. മരുതയൂർ സ്വദേശി മരുതയൂർ വീട്ടിൽ മണിയുടെ വീട്ടിലാണ് സംഭവം. മണിയുടെ ഭാര്യ സന്ധ്യയും മറ്റ് സ്ത്രീകളും ചേർന്ന് കമ്പനിയിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. ഇതിന്റെ വീഴ്ചയുള്ള 2 തവണകൾ പിരിക്കാൻ സ്കൂട്ടറിൽ എത്തിയവരാണ് ആക്രമണം നടത്തിയത്. പണം അടയ്ക്കാൻ 2 ദിവസത്തെ സാവകാശം ചോദിച്ചതോടെ സന്ധ്യയുടെ ഫോൺ തട്ടിയെടുക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തുവെന്നും ഇത് ചോദ്യം ചെയ്ത അയൽവാസി സുബി ഗിരീഷിനെയും മകളെയും കമ്പനിയുടെ ഏജന്റുമാർ ആക്രമിച്ചെന്നും 3 വയസ്സുള്ള മകളെ തള്ളിയിടുകയും ചെയ്തതായി ഇവർ പറഞ്ഞു. പരിക്കേറ്റ ഇവർ മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. COA ജില്ലാ ട്രഷററും തൃശൂർ കേരള വിഷൻ ചെയർമാനുമായിരിക്കെ അന്തരിച്ച TV വിനോദ് കുമാറിന്റെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് COA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കേരളത്തിലെ കേബിൾ TV പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ നിർണായക ഘട്ടങ്ങളിൽ വരെ നേതൃത്വപരമായ പങ്കുവഹിച്ചയാളാണ് TV വിനോദ് കുമാർ എന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് പറഞ്ഞു. ആകസ്മികമായി മരണപ്പെടുന്നതുവരെ തന്റെ കർമ്മരംഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച TV വിനോദ് കുമാർ പുതിയ തലമുറയ്ക്ക് സംഘടനാ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നതിനുള്ള മികച്ച മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, COA ജില്ലാ ജനറൽ സെക്രട്ടറി P ആന്റണി, സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു, ജോയിന്റ് സെക്രട്ടറി ബിജുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണം COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് എന്നിവർ നിർവഹിച്ചു. COA ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ, TCV ഡയറക്ടർമാർ, കേബിൾ TV ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. തൃശൂരിലെ IM വിജയൻ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം തിങ്കളാഴ്ച. പദ്ധതിയിലൂടെ മാലിന്യമലയായിരുന്ന ലാലൂരിന്റെ സമഗ്ര വികസനത്തിനാണ് വഴി തുറക്കുന്നതെന്ന് മേയർ MK വർഗീസ്. ഇൻഡോർ സ്റ്റേഡിയം, ബാഡ്മിന്റൺ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഹാൻഡ്ബോൾ കോർട്ടുകൾ, ഫുട്ബോൾ ഗ്രൗണ്ട്, പ്രാക്ടീസ് പൂൾ, പവലിയൻ, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിങ്ങനെ കായിക ലോകത്ത് സാംസ്കാരിക നഗരിയുടെ തലയെടുപ്പ് കാട്ടാൻ ഒരുങ്ങുകയാണ് തൃശൂരിന്റെ അഭിമാനമായ ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയന്റെ പേരിലുള്ള സ്പോർട്സ് കോംപ്ലക്സ്. മാലിന്യക്കൂമ്പാരമായിരുന്ന ലാലൂരിൽ 50 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി സംസ്ഥാന കായിക വകുപ്പും തൃശൂർ കോർപ്പറേഷനും സംയുക്തമായിട്ടാണ് സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഇതിലൂടെ തൃശൂരിനെ കായിക കേന്ദ്രമായി മാറ്റുകയാണ് കോർപ്പറേഷന്റെ ലക്ഷ്യം. കോംപ്ലക്സിനകത്ത് 5000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം അതിനകത്ത്, ടെന്നീസ് കളിക്കുന്നതിനും വോളിബോൾ കളിക്കുന്നതിനും ഒക്കെ ഉള്ള സൗകര്യം അതിനകത്ത് തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത് നമുക്കറിയാം ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് അവിടെ സ്ഥാപിതമായിട്ടുണ്ട്. നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഇത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് ഇനി അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം. ഇതിൻ്റെയൊക്കെ പ്രത്യേകത നമ്മളൊരു ഫുട്ബോൾ ഹബ്ബ്, ഈ പറയുന്ന സ്പോർട്സ് കോംപ്ലക്സ് അടക്കം വരുമ്പോൾ തൃശ്ശൂർക്കാർക്ക് ഇനി ഫുട്ബോളിനോടുള്ള സ്നേഹം പുതിയ തലമുറ വലിയൊരു നിരയിലേക്ക് ഉയരാനുള്ള സാധ്യതയും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത് ആഘോഷകരമായി ജനങ്ങളിലേക്ക് എത്തിച്ച്. മൊത്തം 100 കോടി രൂപയുടെ പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ റോഡും ആധുനിക രീതിയിലുള്ള താമസ കേന്ദ്രവുമെല്ലാം നിർമ്മിക്കും. കോംപ്ലക്സിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് 5-ന് കായിക മന്ത്രി V അബ്ദുൾ റഹ്മാൻ നിർവഹിക്കും.
കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും. ചടങ്ങിൽ കായിക പ്രതിഭകളെയും ലാലൂർ സമര നേതാക്കളെയും ആദരിക്കും. തുടർന്ന് വിവിധ പരിപാടികളും IM വിജയൻ നയിക്കുന്ന ടീമും റെസ്റ്റ് ഓഫ് കേരളയും തമ്മിൽ സൗഹൃദ ഫുട്ബോൾ മത്സരവും നടക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി സൈക്കിൾ റാലി, വിളംബര ഘോഷയാത്ര എന്നിവയും സംഘടിപ്പിക്കും. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി എത്തണമെന്ന ആഗ്രഹം IM വിജയൻ ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ചിരുന്നു. ഇക്കാര്യം പുത്തൂരിലെത്തിയ മുഖ്യമന്ത്രിയെ നേരിട്ടും IM വിജയൻ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുത്തേക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടക സമിതി. TCV തൃശൂർ. അയ്യന്തോളിലെ ജില്ലാ കോടതി സമുച്ചയത്തിൽ നിന്ന് പാമ്പിനെ പിടികൂടി. കോടതിയിലെ ലിഫ്റ്റിലാണ് മുരുകൻ പാമ്പിനെ കണ്ടത്. ജീവനക്കാർ വിവരം അറിയിച്ചത് അനുസരിച്ച് സ്നേക് കേച്ചറെത്തി പാമ്പിനെ പിടികൂടി. കേരളം അതിദാരിദ്ര്യമുക്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിദാരിദ്ര്യമുക്തി പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ ചരിത്രത്തിൽ പുതിയ അധ്യായം പിറന്നു. ഈ പ്രഖ്യാപനം തട്ടിപ്പല്ല, യഥാർത്ഥ പ്രഖ്യാപനമാണ്. നവകേരളത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ഇതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പത്മശ്രീ ഭരത് മമ്മൂട്ടി മുഖ്യാതിഥിയായിരുന്നു. പലതും കേരളം ഒരുമിച്ച് നിന്ന് അതിജീവിച്ചിട്ടുണ്ട്. സമർപ്പണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മമ്മൂട്ടി പറഞ്ഞു. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില സിലിണ്ടറിന് 4 രൂപ കുറച്ചു. ഇതോടെ 19 കിലോ സിലിണ്ടറിന് 1599 രൂപയായി. കഴിഞ്ഞ മാസം പാചകവാതക വില സിലിണ്ടറിന് 16 രൂപ കൂട്ടിയിരുന്നു. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വിലയിരുത്തി ഓരോ മാസവും ഒന്നിനാണ് എണ്ണക്കമ്പനികൾ LPG വില പരിഷ്കരിക്കുന്നത്. അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് അടുത്ത ആഴ്ച മുതൽ സമയക്രമം പ്രഖ്യാപിച്ച് ഉത്തരവിറങ്ങി. KSR ബംഗളൂരുവിൽ നിന്ന് ട്രെയിൻ രാവിലെ 5:10 പുറപ്പെടും. ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. 2:20 മടക്കയാത്ര ആരംഭിക്കുന്ന ട്രെയിൻ രാത്രി 11 ബംഗളൂരുവിലെത്തും. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന തൃശൂർ സെൻട്രൽ സഹോദയ സ്കൂൾ കലോത്സവത്തിൽ ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ 1140 പോയിന്റുമായി വീണ്ടും ഓവറോൾ കിരീടം നേടി. മാള ഹോളി ഗ്രേസ് അക്കാദമി 1002 പോയിന്റ് നേടി 2ാം സ്ഥാനവും ഡോക്ടർ രാജു ഡേവിസ് സ്കൂൾ 967 പോയിന്റുമായി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പട്ടികജാതി ക്ഷേമ പ്രവർത്തനത്തിന് അനുവദിച്ചതിൽ 28 കോടിയിലധികം രൂപ ചിലവഴിക്കാതെ തൃശൂർ കോർപ്പറേഷൻ. വിവരാവകാശ രേഖ പുറത്തുവിട്ട് BJP പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട്. 2021-22 മുതൽ 2025-26 വരെ പട്ടികജാതി ക്ഷേമത്തിനായി തൃശൂർ കോർപ്പറേഷനിൽ അനുവദിച്ചത് 59,723,425 രൂപയാണ്. എന്നാൽ ചിലവഴിച്ചത് 30,78,83,270 രൂപ മാത്രമാണ്. ഇതോടെ ചിലവഴിക്കാതെ പോയത് 28,28,40,155 രൂപയാണ്. ഇത് ഗുരുതരമായ ചട്ടലംഘനവും വീഴ്ചയുമാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദേശീയ പട്ടികജാതി കമ്മീഷനോട് അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്
പട്ടികജാതി മോർച്ച. അടിസ്ഥാന മേഖലയുടെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട പണമാണ് വകയിരുത്തിയ സംഖ്യ ചിലവഴിക്കാതെ ഇരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ചട്ടലംഘനം കൂടിയാണ് തൃശൂർ കോർപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് ബഹുമാനപ്പെട്ട മേയർ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങളെ രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച ആവശ്യപ്പെടുകയാണ്. സമാനമായ സാഹചര്യമാണ് കൊച്ചി ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകളിലും ഉള്ളത്. SSLC പരീക്ഷയിൽ മുഴുവൻ A+ ലഭിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അരപ്പവൻ സ്വർണ്ണ മെഡൽ വിതരണം ചെയ്യുന്നത് 2019 മുതൽ നിർത്തിവച്ചിരിക്കുകയാണ്. കൂടാതെ ഈ വിഭാഗം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 2 വർഷമായി വിതരണം ചെയ്തിട്ടില്ല. പട്ടികജാതി ക്ഷേമ ഫണ്ട് തട്ടിയെടുക്കുന്ന തട്ടിപ്പ് സർക്കാരാണ് പിണറായിയുടേതെന്നും ഷാജിമോൻ വട്ടേക്കാട് ആരോപിച്ചു. സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളാണ് സ്വന്തമായി വീടോ ഭൂമിയോ പോലുമില്ലാതെ അതിദരിദ്രരായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പിണറായിയുടെ കേവലം PR സ്റ്റണ്ട് മാത്രമാണെന്നും അദ്ദേഹം വിമർശിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മേയറും ഭരണസമിതിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഷാജിമോൻ വട്ടേക്കാട് തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SC മോർച്ച സംസ്ഥാന സെക്രട്ടറി ശരത് മൂത്തേടൻ, വിജയൻ മേപ്രത്ത് എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രപ്രവേശന സത്യഗ്രഹ വാർഷികം ആഘോഷിച്ചു. സത്രം വളപ്പിലെ സത്യഗ്രഹ സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചനയും സ്മൃതി സദസ്സും നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, UDF നിയോജക മണ്ഡലം കൺവീനർ ഷാനവാസ് തിരുവത്ര, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, ആചാര്യ CP നായർ, KPA റഷീദ്, മോഹൻദാസ് ചേലനാട്, CS സൂരജ്, ശിവൻ പാലിയത്ത്, സ്റ്റീഫൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ജാതിമത ചിന്ത സമൂഹത്തിൽ നിന്ന് അകന്നിട്ടില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ക്ഷേത്രപ്രവേശന സത്യഗ്രഹ സ്മരണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനസ്സിലാണ് ജാതി ചിന്ത ഇല്ലാതാകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. സത്രം വളപ്പിലെ സ്തൂപത്തിൽ ദേവസ്വം അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർവോദയ മണ്ഡലത്തിന്റെയും കേരള മഹാത്മജി സാംസ്കാരിക വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യഗ്രഹ സ്മരണ പുതുക്കി. സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങ് തുടങ്ങിയത്. സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. കേരള മഹാത്മജി സാംസ്കാരിക വേദി പ്രസിഡന്റ് സജീവൻ നമ്പിയത്ത് അധ്യക്ഷത വഹിച്ചു. സർവോദയ മണ്ഡലം ദേശീയ എക്സിക്യൂട്ടീവ് അംഗം PS സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. ആചാര്യ CP നായർ, ക്ഷേത്രപ്രവേശന സത്യഗ്രഹത്തിൽ പങ്കെടുത്ത പുതുശ്ശേരി കുട്ടൻ മാസ്റ്ററുടെ മകൻ PK രവീന്ദ്രൻ, VK ജയരാജ്, P സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രപ്രവേശന സത്യഗ്രഹ സ്മരണ പുതുക്കി. AKG സ്മാരക കവാടത്തിൽ ഒരുക്കിയ സ്തൂപത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പുഷ്പാർച്ചന നടത്തി. നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷാനോജ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, AS മനോജ്, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ സത്യഗ്രഹ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ സത്രം വളപ്പിലെ സത്യഗ്രഹ സ്തൂപത്തിനു മുന്നിൽ പുഷ്പാർച്ചനയും സമരസ്മരണയും നടത്തി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. സത്യഗ്രഹ സമിതി ചെയർമാൻ സ്വാമി A ഹരിനാരായണൻ അധ്യക്ഷനായി. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൌൺസിലർ ശോഭ ഹരിനാരായണൻ, SNDP യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ, GNSS സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ, നായർ സമാജം ജനറൽ സെക്രട്ടറി V അച്യുതക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. BJP തൃശൂർ സിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ വികസിത കോർപ്പറേഷൻ സംഗമം സംഘടിപ്പിച്ചു. മുൻ DGP ജേക്കബ് തോമസ് സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ BJP പാർലമെന്ററി പാർട്ടി ലീഡർ വിനോദ് പൊള്ളാഞ്ചേരി അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, BJP തൃശൂർ സൌത്ത് പ്രസിഡന്റ് രഘുനാഥ് മേനോൻ, BJP മേഖലാ പ്രസിഡന്റ് ബിജോയ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. 8 തരത്തിലുള്ള സ്ത്രീകളോട് ഈ വീണ പട്ടണത്തിൽ യാത്ര ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സ്ത്രീകളുടെ ഒരു
കേരള ലളിതകലാ അക്കാദമിയുടെയും വിജയകുമാർ മേനോൻ സ്മാരക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിജയകുമാർ മേനോൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. ലളിതകലാ അക്കാദമിയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ നിർവഹിച്ചു. ലളിതകലാ അക്കാദമി സെക്രട്ടറി എബി എൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CS ജയറാം അനുസ്മരണ പ്രഭാഷണം നടത്തി. ഈ വർഷത്തെ വിജയകുമാർ മേനോൻ പുരസ്കാര ജേതാക്കളായ രേണു രാമനാഥ്, വത്സൻ കുർമ കൊല്ലേരി എന്നിവർക്കുള്ള പുരസ്കാരം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ സമ്മാനിച്ചു. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം. ചടങ്ങിൽ വുമൺസ് ആർട്ടിസ്റ്റ് കളക്ടീവ് നൽകുന്ന 10,000 രൂപയുടെ സ്കോളർഷിപ്പ് തൃശൂർ ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജിലെ പെയിന്റിംഗ് വിഭാഗത്തിലെ 4ാം വർഷ വിദ്യാർത്ഥിനിയായ ഹിദ് സലീമിനും സമ്മാനിച്ചു. വിജയകുമാർ മേനോൻ സ്മാരക സമിതി ചെയർപേഴ്സൺ NB ലതാദേവി, സെക്രട്ടറി ലക്ഷ്മി മേനോൻ, ട്രഷറർ CJ നിർമ്മൽ, പുരസ്കാര ജേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കാഴ്ചയുടെ ലോകത്ത് വിശ്വാസത്തിന്റെയും മികവിന്റെയും പുതിയ തലക്കെട്ട് കുറിക്കുന്ന സൈമൺസ് ഐ ഹോസ്പിറ്റലിന്റെ 6ാമത് ശാഖ നാളെ കാഞ്ഞാണിയിൽ പ്രവർത്തനമാരംഭിക്കും. മികച്ച കാഴ്ചയും വിശ്വസ്ത പരിചരണവും എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2018 ഡോക്ടർ സാം സൈമൺ ആരംഭിച്ച സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇന്ന് കേരളത്തിലെ മുൻനിര നേത്രാശുപത്രികളിൽ ഒന്നാണ്. അത്യാധുനിക സൗകര്യങ്ങളോടെ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും സമർപ്പിത ജീവനക്കാരുടെയും സേവനത്തോടെ രോഗികൾക്ക് സമഗ്ര നേത്ര ചികിത്സാ സേവനങ്ങൾ ഒറ്റ കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് കാഞ്ഞാണി സെന്ററിലെ ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. സമഗ്ര കണ്ണുപരിശോധന, കാറ്ററാക്ട് ആൻഡ് ലാസിക് സർജറി, റെറ്റിന ആൻഡ് ഗ്ലോക്കോമ ക്ലിനിക്ക്, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ എല്ലാവിധ ചികിത്സാ സേവനങ്ങളും സൈമൺസ് ഐ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. മണലൂർ MLA മുരളി പെരുന്നള്ളി ആശുപത്രിയുടെ ഉദ്ഘാടനവും ഫാദർ റാഫേൽ ആശീർവാദ കർമ്മവും നിർവഹിക്കും. മുൻമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, മുൻ MP TN പ്രതാപൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ, വാർഡ് മെമ്പർ കൃഷ്ണേന്ദു എന്നിവർ പങ്കെടുക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ നേത്രപരിശോധന ക്യാമ്പും കൂടാതെ തിരഞ്ഞെടുക്കുന്ന 50 നിർധനരായ രോഗികൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയും ചെയ്തു നൽകുമെന്ന് ആശുപത്രി അധികൃതർ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സീനിയർ കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ നിഷ ബാലൻ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രാഹുൽ ചാണ്ടി, മാർക്കറ്റിംഗ് മാനേജർ വൈശാഖ P. ശിവൻ എന്നിവർ പങ്കെടുത്തു. സ്കൂട്ടറിൽ മദ്യവിൽപ്പന നടത്തിയ ആളെ കോലഴി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. അത്തേക്കാട് സ്വദേശി മല്ലിശ്ശേരി വീട്ടിൽ സുനിൽകുമാറിനെയാണ് കോലഴി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ശിവശങ്കരൻ, മനോജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അഖില കേരള ഭവൻസ് യുവജനോത്സവത്തിന്റെ അവസാനഘട്ട മത്സരം പോട്ടൂർ കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിർ നടന്നു. വാദികുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവും ശിഷ്യനുമായി ആത്മബന്ധം സ്ഥാപിക്കുന്ന സരസ്വതി ക്ഷേത്രമാണ് ഭാരതീയ വിദ്യാഭവന്റെ വിദ്യാലയങ്ങളെന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അഭിപ്രായപ്പെട്ടു. ശാസ്ത്രീയ കലകൾ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാഭവൻ ഭാരവാഹികളായ KP രാധാകൃഷ്ണൻ, E രാമൻകുട്ടി, ഡോക്ടർ P ഇന്ദിരാദേവി, ഡോക്ടർ V ബിന്ദു, CP മിനി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പൂരത്തിന്റെ നൃത്താവിഷ്കാരം രംഗപൂജയെ യുവജനോത്സവത്തിൽ അവതരിപ്പിച്ചു. കുടമാറ്റവും വെടിക്കെട്ടുമെല്ലാം രംഗത്തെത്തി. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി കലാമണ്ഡലം വിനയനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യവും അരങ്ങേറി. പൂരത്തിന്റെ വിസ്മയ കാഴ്ചകളെല്ലാം പുനരവതരിപ്പിച്ച യുവജനോത്സവം മറ്റൊരു തൃശൂർ പൂരമായി മാറുകയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. ഡ്രൈഡേയിൽ മദ്യവിൽപ്പന നടത്തിയ കേസിൽ മധ്യവയസ്കനെ തൃശൂർ എക്സൈസ് റേഞ്ച് അറസ്റ്റ് ചെയ്തു. മുളയം സ്വദേശി കുണ്ടനാട്ടിൽ വീട്ടിൽ ബാബുവാണ് അറസ്റ്റിലായത്. പ്രതിയിൽ നിന്ന് മദ്യം വിറ്റുകിട്ടിയ 1,400 രൂപ പിടിച്ചെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ SR രാജു, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ TJ രഞ്ജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റെനിൽ, രാജൻ, അനൂപ് ദാസ് എന്നിവർ മദ്യം പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കേരളപ്പിറവി ദിനത്തിൽ മലയാള കവിതകൾക്ക് മോഹിനിയാട്ട ആവിഷ്കാരവുമായി സൂര്യകാന്തി സംഗീത നൃത്തസഭ. കവി സച്ചിദാനന്ദന്റെ മീര പാടുന്നു എന്ന കവിതയുടെ മോഹിനിയാട്ട ആവിഷ്കാരമായിരുന്നു ആദ്യം വേദിയിലെത്തിയത്. ജയേഷ് മഞ്ചേരിയുടെ സംഗീതത്തിൽ നൃത്ത സംവിധാനം നിർവഹിച്ച ഡോക്ടർ കലാമണ്ഡലം നിഖില വിനോദ് തന്നെയാണ്
അവതരണവുമായി ആസ്വാദകമനം നിറച്ചത്. തുടർന്ന് സുഗതകുമാരി രചിച്ച കൃഷ്ണ നീ എന്നെ അറിയില്ല, ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്നിവയും മോഹിനിയാട്ട രൂപത്തിൽ അരങ്ങിലെത്തി ആസ്വാദക പ്രീതി നേടി. സബരിയ കാവ്യാനുഭൂതി എന്ന പേരിൽ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ നടന്ന പരിപാടി സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി അധ്യക്ഷത വഹിച്ചു. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി. എഴുത്തുകാരൻ ഡോക്ടർ NR ഗ്രാമപ്രകാശ്, കലാനിരൂപകൻ പ്രൊഫസർ ജോർജ് എസ് പോൾ എന്നിവർ പങ്കെടുത്തു. മഹാലക്ഷ്മി അനൂപ്, മീര ശ്രീനാരായണൻ, കാവ്യ ദീപക്, അരുണിമ പ്രമോദ്, കലാമണ്ഡലം റിയ രാജ്, നന്ദന ബി പണിക്കർ, അഞ്ജലി വി കൃഷ്ണ, അപൂർവ, ഹരിനന്ദ, ഗൗരി നായർ, നന്ദിത സരേഷ് എന്നിവരാണ് ചടുല ചുവടുകളുമായി രംഗാവതരണം നടത്തിയത്. കലാമണ്ഡലം അക്ഷര ബിജീഷ് കൃഷ്ണ, കലാമണ്ഡലം ചാരുദത്ത്, ഗിന്നസ് മുരളീനാരായണൻ, മുരളീകൃഷ്ണ, സുരേഷ് നമ്പൂതിരി, കലാമണ്ഡലം നിതിൻ കൃഷ്ണ എന്നിവർ പക്കമേളമൊരുക്കി. TCV തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ ഇക്കോ ടൂറിസം പദ്ധതി പുല്ലഴിയിൽ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പുല്ലഴി ചെറിയ പാലത്തിന് സമീപമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പെഡൽ ബോട്ട്, കയാക്കിംഗ്, കുട്ടവഞ്ചി എന്നിവയുൾപ്പെടെ 50 ലക്ഷം രൂപയുടെ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കൌൺസിലർ കെ രാമനാഥൻ സന്നിഹിതനായിരുന്നു. നമ്മുടെ ഡിവിഷന്റെ കൗൺസിലർ ശ്രീ രാമനാഥൻ, ഹൗസ് സഹോദരന്മാരെ സുഹൃത്ത് ഇതെല്ലായിരുന്നു. കർഷക മോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനു മുന്നിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. കേരളത്തെ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചപ്പോൾ കർഷകർ ദുരിതക്കയത്തിലാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കർഷക മോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് AG രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രതീഷ് കടവിൽ, സുശാന്ത് ഐനിക്കുന്നത്ത്, സംസ്ഥാന സെക്രട്ടറി ഷൈജൻ നമ്പനത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,275 രൂപ, പവന് 90,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. കാർഷിക സർവകലാശാലയിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള ഫീസ് കുറയ്ക്കാൻ തീരുമാനം. ബിരുദ കോഴ്സുകൾക്ക് 50% ഫീസ് കുറയ്ക്കും. മുൻ MP TN പ്രതാപൻ കോർപ്പറേഷന് ഒന്നും തന്നിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ച് മേയർ MK വർഗീസ്. LDF-നായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകില്ലെന്ന മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് മേയർ. മേയറുടെ പ്രസ്താവന BJP-യെ സഹായിക്കാനെന്ന് TN പ്രതാപൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപിള്ളയ്ക്ക്. മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അംഗീകാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന കൊടുങ്ങല്ലൂർ ചാവക്കാട് ദേശീയപാത മരണപ്പാതയാകുന്നു. ദേശീയപാത നിർമ്മാണ സാമഗ്രികളുമായി തലങ്ങും വിലങ്ങും ഓടുന്ന ടോറസ് ലോറികളാണ് അപകടത്തിനിടയാക്കുന്നത്. കുതിരാനിൽ കാട്ടാനാശല്യം രൂക്ഷമാകുന്നു. കാട്ടാനയെ മയക്കുവെടിവെച്ച് തുരത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. അരിമ്പൂരിൽ സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിന്റെ മാനേജറുടെ കാർ തീവെച്ച് നശിപ്പിച്ചു. പുല്ലഴി സ്വദേശി ഹരികൃഷ്ണന്റെ കാറാണ് കത്തിച്ചത്. പാവർട്ടിയിൽ വീട്ടിൽ കയറി സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചതായി പരാതി. മൈക്രോ ഫിനാൻസ് കമ്പനിയുടെ ഏജന്റുമാരാണ് ആക്രമണം നടത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.